ഈ മരണവും ജനനവും ഒക്കെ വലിയ സത്യങ്ങളല്ലേ? എന്തോന്ന് സിദ്ധു ആവശ്യത്തൊക്കെ പറയുന്നേ? ചൊല്ലുങ്ങമ്മാ. ചിക്കൻ ഫ്രൈ കഴിച്ചാലോ? സിദ്ധു മോനൊരു ആഗ്രഹം പറഞ്ഞല്ലയോ, അതങ്ങ് സാധിച്ചു കൊടുക്കുക. ആയിക്കോട്ടെ. നിങ്ങളുടെ ഈ സ്നേഹമൊക്കെ ഉണ്ടല്ലോ, ഇനി എത്ര നാൾ അനുഭവിക്കാൻ പറ്റുമോ? അയ്യോ വേണ്ട സ്വാമി, ഉനക്കൊന്നും ആവക്കൂടാது. അമ്മ എന്തിനാ കരയണേ? വെച്ചു നീ എന്തിനാ കരയണേ? ഒന്നെങ്കിൽ സിദ്ധു എല്ലാവരും ഒന്ന് പറ്റിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവർ സിദ്ധുവിന്റെ കുറച്ച് ഇഷ്ടങ്ങളൊക്കെ നടത്താൻ വേണ്ടിയിട്ട് ഒരു സംഗതി ഒപ്പിച്ചതാണ്, പറ്റിക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. അല്ലെങ്കിൽ സിദ്ധു തന്നെ ലൈഫിന്റെയൊക്കെ ചില തത്വങ്ങളൊക്കെ പറഞ്ഞപ്പോൾ എല്ലാവരും കൂടെ തെറ്റിദ്ധരിച്ച് സിദ്ധു മരിക്കാൻ പോണു എന്നൊക്കെ ഉള്ള ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് എത്തി. രണ്ടുപേരുടെ ലച്ചു നമ്മുടെ ഭവാനിയമ്മയൊക്കെ കരയുന്ന ഒന്നെങ്കിൽ ആ ഒരു രീതിയിലായിരിക്കും, അല്ലെങ്കിൽ സിദ്ധു പറ്റിച്ചതാവാനാണ് സാധ്യത. എന്തായാലും ഒരു ചെറിയൊരു പ്ലോട്ടിലാണ് എപ്പിസോഡ് പോണത്. അങ്ങനെ വലിയൊരു സംഭവമായിട്ടൊന്നും ഈവെന്റുകളൊന്നും സംഭവിക്കുന്നില്ല. ചെറിയ നമ്മുടെ വീട്ടിൽ തന്നെ ചെറിയൊരു സെഗ്മെന്റ് ആയിട്ട് തന്നെയാണ് പോകുന്നത്. കല്ലുവിനെയൊക്കെ നല്ല രീതിയിൽ മിസ് ചെയ്യുന്നുണ്ട്. ഈ എപ്പിസോഡിലാണെങ്കിൽ പാറുകുട്ടിയില്ല. കുഴപ്പമില്ലാതെ ഒരു അത്യാവശ്യമുള്ളവരെ വെച്ചിട്ട് തന്നെ ഒന്ന് നന്നാക്കിയെടുത്ത ഒരു എപ്പിസോഡായിട്ടാണ് എനിക്ക് തോന്നിയത്. കുറച്ചും കൂടി ഈവൻ ഫുൾ ആയിട്ട് നമുക്ക് ട്രിപ്പിൻ്റെ എല്ലാവരും ഉള്ള എപ്പിസോഡുകളൊക്കെ ട്രിപ്പോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒക്കെ കുറച്ച് ഈവൻ ഫുൾ ആയിട്ടുള്ള എപ്പിസോഡുകൾ നമ്മൾ ഇനിയും വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഉപ്പുമുളക് നമുക്ക് അറിയാം അതിൻ്റെ പൊട്ടൻഷ്യൽ എന്താണെന്നുള്ളത് നമ്മളത് കണ്ടിട്ട്